ഹായ് എവരിവൺ, എൻ്റെ പേര് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എവല്യൂഷനെ കുറിച്ചാണ്. അപ്പോൾ എവല്യൂഷൻ എന്ന് പറയുന്നത് പലരും മിസ്കൺസെപ്ഷൻ, അതായത് എവല്യൂഷനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ആൾക്കാരാണ് മിക്കവാറും. കാരണം എവല്യൂഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എവല്യൂഷൻ സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് പല ആൾക്കാരും മുതലെടുത്തിട്ട് എവല്യൂഷൻ ശരിയല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എവല്യൂഷൻ തിയറിയെ പറ്റിയാണ്. ഡാർവിൻ്റെ എവല്യൂഷൻ തിയറി മാത്രമല്ല, അതിന് മുമ്പ് ഒരു തിയറി ഉണ്ടായിരുന്നു, അതും കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. നൗ ഇവല്യൂഷൻ തിയറി പറയുന്നത് ഈ ഫസ്റ്റ് ജീവൻ എങ്ങനെ ഉണ്ടായത് എന്ന് പറയുന്ന തിയറിയല്ല, മറിച്ച് ജീവൻ എങ്ങനെ പരിണമിച്ചു, ജീവൻ എങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഇവോൾവ് ചെയ്തു എന്ന് പറയുന്ന തിയറിയാണ്. അത് പലരും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ മാത്രമല്ല, ഈ ഡാർവിൻ്റെ തിയറി തെറ്റാണ്. ഡാർവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർവിൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു തിയറി തോന്നി അത് എഴുതി വെച്ചാണ്. അതൊന്നും ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഡാർവിൻ 3 വർഷത്തെ ഒരു കഠിന പ്രയത്നം, അതായത് HMS ബീഗിൾ എന്ന് പറയുന്ന ഒരു ഷിപ്പിൽ മൂപ്പര് 3 വർഷത്തോളം കാലം പല ഐലൻഡും സന്ദർശിച്ചിട്ട് പിന്നീട് അതിൽ അതായത് പല ബേർഡ്സിനെ ഇയാൾ മമ്മിഫൈ ചെയ്തു. മമ്മിഫൈയിങ് ടെക്നിക്കൊക്കെ ഡാർവിൻ പഠിച്ചിട്ട് മമ്മിഫൈ ചെയ്തു, അതിനെ കൃത്യമായി സൂക്ഷിച്ചു. അപ്പോൾ അതിന് പല റിസർച്ച് നടത്തിയിട്ടാണ് അതിന് പല സ്പീഷീസിലും പല സിമിലാരിറ്റീസും കണ്ടെത്തി ഡാർവിൻ. അപ്പോൾ അങ്ങനെ വ്യക്തമായ എവിഡൻസിലൂടെയാണ് ഈ ഇവല്യൂഷൻ തിയറി കറക്റ്റാണ് എന്ന് ഡാർവിൻ പറഞ്ഞത്. പക്ഷെ അയാൾ ആ സമയത്തിൽ വേ ഹെഡ് ആയിരുന്നു. അതായത് ആ സമയത്ത് ഒരാൾ ചിന്തിക്കുന്നതിനെക്കാട്ടി എത്രയോ കൂടുതൽ അദ്ദേഹം ചിന്തിച്ചു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ഫസ്റ്റ് സെല്ലാണ്. ഫസ്റ്റ് സെൽ എന്ന് പറയുന്നത് ഏകദേശം സീറോമാറ്റോലിസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസാണ്. അതെനിക്ക് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാൻ കിട്ടുന്നില്ല എങ്കിലും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ RNA, അതായത് DNA പകുതിയാണ് ഈ RNA എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ RNA കൊണ്ട് ജീവിക്കുന്നതാണ് ഫസ്റ്റ് സ്പീഷീസ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. കാരണം പല സ്പീഷീസും RNA വെച്ചാണ് ജീവിക്കുന്നത്, ചെറിയ സ്പീഷീസൊക്കെ. അപ്പോൾ അതായിരിക്കും ലൈഫിൻ്റെ ഉത്ഭവം എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ അതുമാത്രമല്ല, ആദ്യമായി ഈ തിയറി ഓഫ് എവല്യൂഷൻ കൊണ്ടുവന്നത് ഈ ലാൻഡ്മാർക്കാണ്. എവല്യൂഷൻ തിയറി കൊണ്ടുവന്നത് ലാൻഡ്മാർക്കാണ്. ലാൻഡ്മാർക്കിൻ്റെ തിയറിയാണ് ബേസിക്കലി ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡ്മാർക്കിൻ്റെ തിയറി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ജിറാഫ് താഴത്ത് പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജിറാഫ് കഴുത്തിങ്ങനെ മേലേക്കാക്കി ഇത് കഴിക്കാൻ തുടങ്ങി. മരത്തിലെ ഇലകൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ മരത്തിലെ ഇലകൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ഹൈറ്റിലായി മരത്തിലെ ഇലകൾ. അപ്പോൾ അങ്ങനെ ഈ കഴുത്ത് നീട്ടി അങ്ങനെ നീളം വെച്ചു എന്ന ലാൻഡ്മാർക്കിന്റെ തിയറി. പക്ഷെ ലാൻഡ്മാർക്കിന്റെ എവല്യൂഷൻ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അക്സെപ്റ്റൻസ് കിട്ടിയില്ല. അപ്പോൾ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിലും അത് ശരിയായിരുന്നില്ല. കാരണം ഇപ്പോൾ കാത് കുത്തുന്ന ഏർപ്പാടുണ്ട് എല്ലാവർക്കും. അപ്പോൾ അമ്മമാർ കാത് കുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ മക്കൾക്ക് ഇതേമാതിരി കാലിൽ ഓട്ട വരുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ തെറ്റായ തിയറീസ് ആണെന്ന് പിന്നീട് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഈ എവല്യൂഷൻ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എല്ലാ സ്പീഷീസും റീപ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതായത് എല്ലാ സ്പീഷീസും തൻ്റെ ഒരു കോപ്പി എടുക്കാറുണ്ട്. അതാണ് റീപ്രൊഡക്ഷൻ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോപ്പിയാണ്. അമ്മയുടെയും അച്ഛൻ്റെയും ഒരു RNA കിട്ടും, അത് രണ്ടും കൂടി കൂട്ടി യോജിക്കും, സ്പെർമും ഓവയും കൂടി കൂട്ടി യോജിക്കും. അത് രണ്ടും കൂടിയുള്ളൊരു കോപ്പി, ശരിക്കും പറഞ്ഞാൽ എക്സാക്ട് ഒരു കോപ്പിയാണ് ഒരു കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ ഒരു കുട്ടിയിൽ കോപ്പി എടുക്കുകയാണെങ്കിലും അതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ആ കുട്ടിയിൽ. അതായത് ഇപ്പോൾ നമ്മളൊരു പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാമെന്ന് വെക്കാം. ആ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. ചില പേരിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. അങ്ങനെ ആ മിസ്റ്റേക്ക് വെച്ചാണ് ഇവല്യൂഷൻ വരുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു പേപ്പർ വെക്കുന്നു, അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നു. ആ
ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പേപ്പർ, വെച്ച പേപ്പർ അല്ല, ആ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പേപ്പർ പിന്നെ വെച്ചിട്ട് വേറെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നു. അങ്ങനെ എടുത്ത് ഏകദേശം കുറെ കഴിയുമ്പോൾ നമുക്ക് ഈ ഫസ്റ്റത്തെ കോപ്പിയും പിന്നെ അവസാനത്തെ കോപ്പിയും വെച്ച് നോക്കുമ്പോൾ വല്ലാത്ത ഡിഫറൻസ് കാണാൻ പറ്റും. പക്ഷെ ഫസ്റ്റത്തെ കോപ്പിയും സെക്കൻഡത്തെ കോപ്പിയും വെച്ച് നോക്കുമ്പോൾ അത്ര ഡിഫറൻസ് കാണില്ല. അതാണ് ഈ എവല്യൂഷനിൽ ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. ഈ നമ്മൾ പണ്ടൊക്കെ ഉള്ള ഒരു തിയറി ഉണ്ടായിരുന്നു, അതായത് മനുഷ്യൻ പിക്ക് ചെയ്യണം, എവല്യൂഷൻ കറക്റ്റ് ആയിരിക്കണം, മനുഷ്യൻ പിക്ക് ചെയ്യണം. അതായത് ഈ കാളയും പോത്തും രണ്ടും ശരിക്കും പറഞ്ഞാൽ ഒരു സ്പീഷീസ് ആയിരുന്നു. പിന്നീട് ഈ കാളകളെ നമ്മൾ മെരുക്കി വളർത്താൻ തുടങ്ങിയപ്പോൾ അവർ നമ്മുടെ രീതിയിൽ ഇവോൾവ് ആയി. അതേമാതിരിയാണ് വുൾഫും ഡോഗ്സും, അതായത് നായും ചെന്നായും. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ഒരേ സ്പീഷീസ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഈ ചില ചെന്നായ്ക്കളെ മനുഷ്യനെ ഇണക്കി വളർത്തുന്നതോടുകൂടി അവരുടെ സ്വഭാവം തന്നെ മാറുകയാണ്, അവരുടെ സ്വഭാവം തന്നെ ഇവോൾവ് ആവുകയാണ്. ഈ അവർക്ക് ഈ ചില ചെന്നായ്ക്കൾ നമ്മൾ ഇണക്കി വളർത്തും, പക്ഷെ മറ്റുള്ള ചെന്നായ്ക്കളുമായി ബ്രീഡ് ചെയ്യാൻ മനുഷ്യന്മാരെ സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ മ്യൂട്ടേഴ്സ് ചെയ്ത് പല കോപ്പീസ് അങ്ങനെ തലമുറകളും വരുമ്പോഴാണ് ഇതേമാതിരി എന്താ പറയുക മ്യൂട്ടേഷൻ ഉണ്ടാവുന്നത്. ഈ നായും ചെന്നായും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂട്ടേഷന്റെ കാരണം. പക്ഷെ മനുഷ്യർ തന്നെ ഇത് പിക്ക് ചെയ്യണം, അതായത് ഒരു ക്രിയേറ്ററിന്റെ ആവശ്യമുണ്ട് ഈ പിക്ക് ചെയ്യാൻ എന്ന് പറയുന്നത്. പക്ഷെ അത് തീരെ മാത്രമാണ്, അത് അങ്ങനെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നമ്മുടെ ഏറ്റവും പ്രൈമറി ആയിട്ട് ആൻസസ്റ്റർ ഉണ്ട്. അപ്പോൾ അതായത് മാമൽസിന്റെ പ്രൈമറി ആയിട്ടുള്ള ആൻസസ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ആൻസസ്റ്ററും ആനയുമായിട്ട് എന്താ ബന്ധം? വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ ആ ആന ആരും പിക്ക് ചെയ്തതല്ല, ആരും ഇങ്ങനെ ഈ ഇതിൽ ബ്രീഡ് ചെയ്താൽ മതി, അതിൽ ബ്രീഡ് ചെയ്യാൻ പാടില്ല എന്ന് വെക്കുന്ന ആൾക്കാരല്ല. ഈ അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്, അതായത് എവല്യൂഷൻ തിയറി സത്യമാണെന്ന് തെളിയിക്കാനുള്ള മെയിൻ എക്സാമ്പിളാണ്. അതായത് ഇപ്പോൾ ആഫ്രിക്കയിൽ കറുത്ത ആൾക്കാരുണ്ട്, കുറച്ച് കറുത്താണ്. നമ്മളിപ്പോൾ ഇന്ത്യക്കാരാകുമ്പോൾ കുറച്ച് ബ്രൗണിഷ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ അമേരിക്കക്കാരാകുമ്പോൾ കുറച്ചും കൂടി വെളുത്തിരിക്കും. അപ്പോൾ ഇപ്പോൾ ആഡം ആൻഡ് ഈവ് പറയും പോലെ എല്ലാവരും രണ്ട് സ്പീഷീസാണ്, അല്ല രണ്ട് ആൾക്കാരെയാണ് സൃഷ്ടിച്ചതെങ്കിൽ എന്തുകൊണ്ട് ബ്ലാക്സിന്റെ DNA ബ്ലാക്ക് മാത്രം വരുന്നു, ബ്ലാക്സ് ആയ കുട്ടികൾ വരുന്നു? കാരണം ഈ ഹ്യൂമൻസിനും ഇവോൾവ് ആയിട്ടുണ്ട്. പക്ഷെ ഹ്യൂമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായ സ്പീഷീസ് ആയിട്ടില്ല. കാരണം വ്യത്യസ്തമായ സ്പീഷീസ് എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പീഷീസാണ്. നമുക്ക് ബന്ധം സ്ഥാപിച്ചിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റാത്ത, അതായത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പീഷീസാണ്, ഒരു ഇനമാണ് വേറെ സ്പീഷീസായി കൺസിഡർ ചെയ്യപ്പെടുന്നത്. പക്ഷെ എല്ലാ മനുഷ്യർക്ക് ആ പ്രോബ്ലം ഇല്ല. അതുകൊണ്ടാണ് മനുഷ്യരെ ഒരു ഇനമായി കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇവല്യൂഷൻ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കണ്ടുപിടിച്ച അപ്പുറത്ത്, ഇവല്യൂഷൻ തിയറിക്ക് പിമ്പ് ഇവല്യൂഷൻ തിയറിക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഈ വേൾഡ് വാസ് നെവർ സെയിം ആഫ്റ്റർ ദാറ്റ്. വേൾഡ് അത്ര സെയിം ആയിരുന്നില്ല. കാരണം ഈ ദൈവം ഇല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ ആൾക്കാർക്ക് വന്നു തുടങ്ങി. കാരണം എങ്ങനെ സൃഷ്ടിച്ചു എന്നതിന് ഉത്തരമില്ലായിരുന്നു. അപ്പോഴാണ് ഡാർവിൻസ് തിയറി വന്നത്. ശരിക്കും പറഞ്ഞാൽ ഡാർവിൻ എഴുതിയ പുസ്തകമാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ മൂപ്പർക്ക് എഴുതാനുള്ള ഏക പ്രചോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർവിൻ്റെ ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാർവിനെ ഈ ചർച്ചിലൊക്കെ ഉന്തിത്തല കയറ്റുമായിരുന്നു. അത് ഡാർവിന് തീരെ ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ദൈവം ഇല്ല എന്ന് പ്രൂവ് ചെയ്തത്. പക്ഷെ അയാൾക്ക് ഭാര്യന്റെ മുമ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ഫ്യൂച്ചറിൽ വലിയൊരു അസറ്റായിട്ടായിരുന്നു. ഇനി നോക്കാം, നമുക്ക് ഈ കോമൺ ആൻസസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറയാനുള്ള മെയിൻ കാരണം നമ്മളും ഏപ്സും, അതായത് മനുഷ്യരും ഏപ്സും, അതായത് മനുഷ്യരും കുരങ്ങന്മാരും നമ്മുടെ ക്ലോസസ്റ്റ് ആൻസസ്റ്ററാണ് ഏപ്സ്. അപ്പോൾ അവരും തമ്മിൽ 97% ഓഫ് DNA തമ്മിൽ സാമ്യമുണ്ട്. 97%. അപ്പോൾ വളരെ DNA തമ്മിൽ സാമ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല സ്പീഷീസിനോടും നമുക്ക് DNA പരമായ സാമ്യമുണ്ട്. ഈവൻ ബാക്ടീരിയ എന്ന് നോക്കുക, ബാക്ടീരിയ എന്ന് വെച്ചാൽ കോടാനുകോടി വർഷങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ ബന്ധമുള്ളൂ. എന്തോ കോടി, അത്രയ്ക്കും വലിയൊരു ഡിഫറൻസ് ഉണ്ട്
നമ്മൾ തമ്മിൽ ഇവല്യൂഷണറി വലിയ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആ ഡിഫറൻസ് ഉണ്ടായാലും നമ്മളും ബാക്ടീരിയ DNA തമ്മിൽ 20% സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ അത്രയും എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു ക്ലോസ് ഇനഫാണ്. ഈ തെളിവൊക്കെ മതി. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ തെളിയിക്കുന്നത് ഈ സ്കെൽട്ടൺ വെച്ചായിരുന്നു. ഇന്ന് സ്കെൽട്ടൺ ഒരു തെളിവായി എടുക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ പ്രൊഫൗണ്ട് തെളിവായിട്ട് DNA ഉണ്ട്. DNA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രൊഫൗണ്ട് തെളിവ് തന്നെയാണ്. ഈ എവല്യൂഷൻ എങ്ങനെയാണെന്ന് സംഭവിക്കുന്നത് നോക്കുക. എവല്യൂഷൻ എങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പോൾ ഒരു മനുഷ്യൻ ഇപ്പോൾ പെട്ടെന്ന് ഒരു നീല നിറമായി പരിണമിച്ചു എന്ന് വയ്ക്കുക. നീല നിറമായി അങ്ങനെ പരിണമിക്കില്ല. ഒരു ബ്രീഡ് വരുമ്പോഴേക്കും നീല നിറമായി പരിണമിക്കില്ല. പക്ഷെ നീല നിറമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അത് കുറെ ഇൻബ്രീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെസ്റ്റ്, അതായത് അടുത്തടുത്ത കുടുംബങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചുകൊണ്ട് ആ ഒരു സർക്കിളിൽ ഇരിക്കുമ്പോഴാണ് പലരും ഈ നീല സ്കിന്നോടുകൂടി ജനിച്ചത്. അതൊക്കെ ഒരു ഫോർഗോട്ടൺ ഹിസ്റ്ററിയാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്ന് ആലോചിക്കുക, ഈ നീല സ്കിന്നുള്ളവര് ഇപ്പോൾ ജനിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ നീല സ്കിന്നുള്ളവര് ഭയങ്കര അട്രാക്റ്റീവായി തോന്നി മറ്റുള്ളവർക്ക്. അപ്പോൾ ഈ യൂഷ്വലി നമ്മളിപ്പോൾ സിവിലൈസ്ഡ് ആയ കാര്യമല്ല പറയുന്നത്, കുറച്ചും കൂടി പഴയ കാലത്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ യൂഷ്വലി ഒരു അട്രാക്റ്റീവായ മെയിലിന്, അതായത് ഇപ്പോൾ ബ്ലൂ ആയ ആൾ മെയിലായിട്ടാണ് ജനിച്ചതെന്ന് വയ്ക്കുക. അപ്പോൾ അട്രാക്റ്റീവായ മെയിലിന് കുറേ ഫീമെയിൽസ് കിട്ടും ബ്രീഡായിട്ട്. കാരണം മൂപ്പര് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആണ്, മൂപ്പര് സ്ട്രോങ് കൂടെ ആണെങ്കിൽ, മൂപ്പര് റീപ്രൊഡക്ഷൻ്റെ ആ ഏജിൽ ജീവിച്ചുവെങ്കിൽ കുറച്ചും കൂടി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ മക്കളും പിന്നീട് ആ ബ്ലൂയിഷ് കളർ പിന്നെ അവരും ഡോമിനൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവരങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും. ഇതാണ് മെയിൻ ടൈപ്പ് ഓഫ് ഡോമിനൻസ് ആണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. മെയിനായ നാച്ചുറൽ സെലക്ഷന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഫീമെയിൽസിനാണ്. അതായത് നമ്മുടെ മനുഷ്യരുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 80% ഓഫ് വുമൺ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് DNA ഒരു സ്ലാപ്പ് വെച്ചാണ് നോക്കുന്നത്. പക്ഷേ 80% ഓഫ് വുമൺ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓൾമോസ്റ്റ് 40%, അതായത് ഏകദേശം പകുതി 40% ഈ മനുഷ്യർ ആ ഹിസ്റ്ററിയിൽ വെച്ച് 40% ആമ്പിള്ളേർ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്കും വലിയ സെലക്ഷനാണ് നടന്നത്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഇവോൾവ് ആവാൻ തുടങ്ങിയത്. പിന്നെ നമുക്ക് നോക്കുക, ഈ ഗൂസ് ബംസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ തണുത്താലോ അതോ ഈ നമ്മൾ പേടിച്ചാലോ നമ്മുടെ ഈ രോമങ്ങളൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസെസ്റ്റേഴ്സിന് ഇതിൽ നിന്ന് കിട്ടിയതാണ്. അത് നമ്മുടെ പഴയ ഈ പൂച്ചയൊക്കെ നമ്മുടെ ഒരു ആൻസെസ്റ്റർ അല്ലെങ്കിലും ആ പഴയ ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് ദേഹം മൊത്തം മുടിയൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ ഈ തണുപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മുടിയൊക്കെ എണീറ്റ് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗൂസ് ബംസ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മുഖത്തൊക്കെയാണ് മെയിനായിട്ട് ഗൂസ് ബംസ് വരുന്നത്, ഈ അനിമൽസിനും മങ്കീസിനൊക്കെ. അപ്പോൾ അത് നമ്മളെ കുറച്ച് ഹെവി, അതായത് വലിയൊരാളെ ചിത്രീകരിക്കും. അത് എനിമീനെ പേടിപ്പിക്കും. അത് വന്നിട്ടാണ് മെയിനായിട്ട് ഈ ഗൂസ് ബംസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. അതൊക്കെ മനുഷ്യർക്കും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഫ്യൂച്ചർ അല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ആൻസസ്റ്ററുടെ ഫ്യൂച്ചറാണ്. അത് നമുക്ക് ശരിക്കും ആവശ്യമില്ല. നമുക്കിപ്പോൾ ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷേ അത് 4 കാലിൽ ഇറങ്ങി നടക്കുന്ന ഒരു സാധനത്തിന് മാത്രമേ ആവശ്യമുള്ളൂ, ജീവിക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഈ അപ്പൻഡിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാബിറ്റിന് വലിയ യൂസുള്ള സംഭവമാണ് ഈ അപ്പൻഡിക്സ് ഗ്രന്ഥിയൊക്കെ. പക്ഷെ മനുഷ്യർക്ക് അത് ഒരു യൂസും ഇല്ല. ആൾക്കാർ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് പൈസ കൊടുക്കാന്നല്ലാതെ വലിയ യൂസൊന്നുമില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെവി ചിലവർക്ക് ഈ ചെവി ആട്ടാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഉപകാരം ഉണ്ടെങ്കിലും വലിയ ഉപകാരമില്ല. പക്ഷെ അതിൻ്റെ ഈ സൈഡൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു മസിൽസ് ഉണ്ട്. ചിലവർക്കൊക്കെ ഈ ആ മസിൽസൊക്കെ കുറച്ച് കൂടിയവർക്ക് ആ ഒരു ചെവി മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ സഹായിക്കുന്നത്. എവിടുന്ന ശബ്ദം വരുന്നത് ആ ശബ്ദം പിൻ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേമാതിരിയുള്ള ഈ റിഫ്ലെക്സ് സഹായിക്കുന്നത്.
പക്ഷെ അത് തീർച്ചയായും നമ്മുടെ ആൻസിസ്റ്റേഴ്സിന് നിന്ന് കിട്ടിയതാണ്. ആൻസിസ്റ്റേഴ്സിന് വലിയ ആവശ്യമുണ്ടെങ്കിലും പക്ഷെ നമുക്കും ആ ഒരു എവിഡൻസ് നമുക്ക് തീർച്ചയായിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി നോക്കുക. അപ്പോൾ ഒരു മസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും ഈ മസിൽ ഇല്ല കേട്ടോ. ഏകദേശം 15% ആൾക്കാർക്ക് ഈ മസിൽ ഇല്ല. അപ്പോൾ ഈ മസിലാണ് കോസ്മിക് സർജറിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ ചുണ്ടൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയില്ലെങ്കിൽ മൂക്ക് കുറച്ച് വലുതാക്കണമെങ്കിൽ ആദ്യം ഈ മസിൽ എടുക്കും. അതിൻ്റെ പേര് പാലാമരിസ് ലോങ്സ് എന്നാണ്. അപ്പോൾ ആ ഒരു മസിൽ പറഞ്ഞാൽ മനുഷ്യർക്ക് ആവശ്യമില്ലാത്ത മസിലാണ്. അപ്പോൾ അത് ഈ കോസ്മിക് സർജറിക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ നമുക്ക് നോക്കാം, ഈ ഹ്യൂമൻസ്, മൗസ്, ചിക്കൻ, ആലിഗേറ്റർ എന്ന് പറയുന്ന ജീവികളിലേക്ക് ഫസ്റ്റ് ഒരു മാസം ഒക്കെ ആകുമ്പോൾ, അതായത് ഫോം ചെയ്തിട്ട് സ്പെർമും ഓവും കൂടി ചേർന്ന് ഫോം ചെയ്തിട്ട് ഏകദേശം ഒരു ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ആഴ്ചയുടെ ഒരു ഫോട്ടോ എടുത്ത് നോക്കുക. ഒരാഴ്ചയായ ഒരു ബേബിയുടെ ഫോട്ടോ എടുത്ത് നോക്കുക. ഈ ഹ്യൂമൻസ്, മൗസ് ആയാലും ആലിഗേറ്റർ ആയാലും ചിക്കൻ ആയാലും എല്ലാവർക്കും, ചിക്കൻ എന്ന് പറഞ്ഞാൽ കോഴി, ആലിഗേറ്റർ എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് മുതലാണ്, പിന്നെ എലിയും പിന്നെ മനുഷ്യനും എല്ലാവർക്കും വാല് കാണാൻ കഴിയും. വാല് കാണാൻ കഴിയുന്നത് ഏകദേശം കോമൺ ആൻസിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ്. പിന്നീട് മനുഷ്യരുടെയൊക്കെ വാല് ഇല്ലാണ്ടാവും കേട്ടോ. 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും, അതായത് പ്രഗ്നൻസി ആയിട്ട് 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ഇല്ലാണ്ടാവും. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ നമുക്കിപ്പോൾ ആദ്യം ഈ ഫസ്റ്റ് ബ്രീഡ് വരുമ്പോൾ ടെയിൽ ഉണ്ടാവാൻ പറഞ്ഞു, പിന്നെ അത് ഇല്ലാണ്ടാവാൻ പറഞ്ഞു. പക്ഷേ ഈ ടെയിൽ എന്ന് പറയുന്നത് പിന്നീട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ടെയിൽ വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീനിലും ഇപ്പോൾ ടെയിലിൻ്റെ ജീൻ ഉണ്ട്, പക്ഷെ നമ്മൾ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ. പല ജീനും നമ്മൾ പുറത്ത് കാണിക്കുന്നില്ല. ഏകദേശം ഒരു 1500 ജീൻ ഉണ്ടെങ്കിൽ നമ്മളൊരു 300-400 ജീനാണ് പുറത്ത് കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഹിഡൻ ആണ്. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ കുട്ടികളൊക്കെ വലുതായിരിക്കാം. ഈ നേപ്പാളിലാണ് ഒരു വാലുള്ള ഒരു കുട്ടി ജനിച്ചത്. അപ്പോൾ അവിടെ ആ കുട്ടിയെ വെച്ച് നിറയെ ട്യൂഷൻ ചെയ്യുന്നുണ്ട്. അതായത് കുട്ടി ദൈവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിറയെ പൈസ വാങ്ങുന്നുണ്ട്. പക്ഷെ അതൊക്കെ സിമ്പിൾ ബയോളജിയാണ്. ഈ ഇയാളുടെ, അതായത് ഡാർവിൻ്റെ മെയിൻ ആയിട്ടുള്ള ബുക്ക്, അതായത് ഇവല്യൂഷൻ കൃത്യമായി പ്രതിപാദിപ്പിക്കുന്ന ബുക്കാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. ആ ഒരു ബുക്കിലെവിടെയാണ് എന്താ പറയുക ഏറ്റവും കൂടുതൽ ഫേമസ് ആയത്, ഡാർവിൻ ഫേമസ് ആയത്. പിന്നീട് പക്ഷെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സയൻസ് ആയിരുന്നു എവല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് പിന്നീട് പല ആൾക്കാരും റിസർച്ച് ചെയ്തപ്പോൾ ശരിയാണെന്ന് കണ്ട് ഡാർവിനെ അനുമോദിക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് ഞാൻ പറഞ്ഞത് അത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. സത്യത്തിൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. കോംപ്ലിക്കേറ്റഡ് ഏറ്റവും കൂടുതൽ സിംപ്ലിഫൈ ചെയ്തത് റിച്ചർഡ് ഡോക്കിൻസ് ആണ്. റിച്ചർഡ് ഡോക്കിൻസ് പല ബുക്കുകൾ എഴുതിയിട്ടുണ്ട് എവല്യൂഷനെ കുറിച്ച്. അയാൾ റിച്ചർഡ് ഡോക്കിൻസ് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ എവല്യൂഷൻ നടക്കുന്നത് എന്ന് കൃത്യമായി സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിച്ചർഡ് ഡോക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ നിറയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ റിച്ചർഡ് ഡോക്കിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രശസ്തമായ വ്യക്തിയാണ്. ഈ ശരിക്കും പറഞ്ഞാൽ എവല്യൂഷൻ ശരിക്കും സിംപ്ലിഫൈ ചെയ്ത് മൂപ്പരാണ്. മൂപ്പരില്ലെങ്കിൽ ആൾക്കാർക്ക് ഇനിയും എവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാവുമായിരുന്നില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ട്വിറ്ററിലുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്. താങ്ക് യു. അപ്പോൾ ഇനി എനിക്ക് വല്ല ഫീഡ്ബാക്സോ അതോ ഇനി ഞാൻ എന്തെങ്കിലും ടോപ്പിക് പറയണോ എന്ന് ആഗ്രഹിച്ചാലോ അത് കമൻറ്റിലിടുക. താങ്ക് യു. ആസ് ഓൾവേസ്, പീസ്.